ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ചിക്കന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല കുക്കർ ചിക്കനാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്തൊക്കെ നന്നായിട്ട് ഒരു സാധനമൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു മുഴുവനായിട്ടുള്ള ചിക്കനാണ്. അപ്പൊ അതിന് നന്നായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വരഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ ആഴത്തിൽ തന്നെ വരഞ്ഞു കൊടുക്കുക. കാരണം ചിക്കനിലോട്ട് നന്നായിട്ട് മസാല പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാ ഭാഗത്തും നമുക്കിത് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. ഇതൊക്കെ പഴയ കാലത്ത് കണ്ണൂർക്കാർക്കൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ. പുതിയാപ്പിളിനെ പൊരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കണ്ണൂർക്കാർ ഏറ്റവും കൂടുതൽ അന്നേരം പുതിയാപ്പിളത്തക്കാരൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഞാൻ ഇതെടുത്തിട്ടുള്ളൂ. പച്ചമുളക് അതൊക്കെ ഒന്ന് ചതച്ച് അവിടെ ഒരു സ്ഥലത്ത് മാറ്റി വെക്കാം. പിന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകും പിന്നെ ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് പട്ടയും ഗ്രാമ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇതും നമുക്കൊന്ന് പേസ്റ്റ് ആക്കി വെക്കാം. അങ്ങനെ നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലോട്ടേക്ക് ആദ്യത്തെ കൂട്ടൊന്ന് ആദ്യം നന്നായിട്ട് തേച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ രണ്ടാമത് ചെയ്തിട്ടുള്ള മുളകിന്റെ കൂട്ട് അതും കൂടി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. കാരണം അതിന്റെ അകത്തോട്ടൊക്കെ കൈ കടത്തിയിട്ട് തന്നെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. കാരണം മസാല എത്താത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതെന്തായാലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ വെക്കുന്നത് മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. കാരണം ഹോൾ ചിക്കൻ അല്ലേ. അപ്പൊ അതിന്റെ അകത്തോട്ടേക്ക് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വെക്കണം. അപ്പം ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളൊരു 3 മുട്ടയെടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സവാള, ഒരു തക്കാളി, 2 ഉരുളക്കിഴങ്ങ്. അപ്പം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ട് ഇടുന്നതാട്ടോ നല്ലത്. എന്നാൽ പെട്ടെന്ന് വേവും. അപ്പോൾ സവാള കുറച്ച് ഓയിൽ ഒഴിച്ച് സവാള വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയിലയും ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചിക്കനിലോട്ടേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മസാല വെച്ച് കൊടുക്കുക, പിന്നെ മുട്ട വെച്ച് കൊടുക്കുക, പിന്നെ മസാല വെച്ച് കൊടുക്കുക, വീണ്ടും മുട്ട വെച്ച് കൊടുക്കുക. അങ്ങനെയാക്കണം നമുക്ക്. അപ്പൊ അടുത്ത മുട്ട വെക്കാൻ സ്ഥലമില്ലാതായി. അപ്പൊ മസാല കുറച്ച് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് മുട്ട വെച്ച് കൊടുക്കുകയാണ്. പക്ഷെ നമുക്കിത് ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ആ തുറന്ന ഭാഗം അടച്ചുകൊടുക്കാന്നുള്ളതാണ്. കാരണം അത് അടച്ച് വെക്കണം, അല്ലെങ്കിൽ വേവിക്കുന്ന സമയത്ത് അതൊക്കെ പുറത്തേക്ക് ചാടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ട്യൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കലോ വെച്ചിട്ട് ആദ്യം അതൊന്ന് നന്നായിട്ട് ടൈറ്റൻ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ കാല് രണ്ടും ഒരു നൂലോ എന്തെങ്കിലും വെച്ചിട്ട് അതുപോലെ അതും ടൈറ്റൻ ചെയ്ത് വെക്കണം. കാരണം എന്താന്ന് വെച്ചാല് ഇല്ലെങ്കിൽ ഇത് നമ്മള് എന്താ പറയാ, നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് കാലൊക്കെ അകന്നു പോയിട്ട് കാണാൻ ഒരു അഭംഗിയായിട്ട് തോന്നും കേട്ടോ. ഇങ്ങനെ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കോഴിയെ താഴേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടെ വലിയ കുക്കറായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇത് മറിച്ചിട്ട് കൊടുക്കാനൊക്കെ ഒരു എളുപ്പമായേനെ. പക്ഷേ എൻ്റെ കയ്യിലുള്ള കുക്കർ ഇത്രമാത്രമുള്ളതായിപ്പോയി.
അതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇനി ഇതിന്റെ മസാലക്കൂട്ട് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാത്രത്തിലുള്ളതൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇടയ്ക്ക് തുറന്നു കൊടുത്തിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം മേൽഭാഗം കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതാ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് അതിന്റെ ആ മസാലയും അതും കൂടി തന്നെ ഇങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന്റെ ആ സ്റ്റോക്കൊക്കെ അടക്കം ഇങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വേവാനൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് പുറയ്ക്കൊന്ന് ഫ്രൈ ആയി വന്നാൽ മാത്രം മതി. നേരത്തെ നമ്മുടെ മസാല ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നേരത്തെ ബാക്കിയുണ്ടായ മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് എല്ലാ ഭാഗവും 2 തവി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് മൊരിച്ചെടുക്കാം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മള് ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും. അപ്പൊ നമുക്കിതൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഒളിപ്പിച്ചേക്കുന്ന സാധനമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ദേ